ഈ ശബരിമലയിലെ വിഷയങ്ങൾ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത് ഇവിടെ ഒരു വിധി എഴുതാനല്ല, ഇവിടെ ഒരു വിചാരണ നടത്താനുമല്ല ചർച്ച നടത്തുന്നത്. അപ്പൊ ഇവിടെ വെച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെ ശ്രീ അബിൻ വർക്കിയൊക്കെ ഇപ്പോഴേ അങ്ങ് കുറ്റവിചാരണ നടത്തി അങ്ങ് വിധി പ്രഖ്യാപിക്കുകയാണ്. അത് രാഷ്ട്രീയമാണ്. ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറയാം. ഇതൊന്നും ഞാൻ തനിയെ മാനത്തൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പറഞ്ഞതല്ല. ഇത് ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശ്രീ എൻ വാസു സാർ എന്നെടുത്ത് വായിച്ചു നോക്കണം. 10 പാരഗ്രാഫിലാണ് അവിടെ നടന്നത് ഫ്രോഡാണ്, ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലത്തെ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിൽ അവിടെ വലിയ പാകപ്പിഴ നടന്നു. 1, വെയിറ്റ് നോട്ട് ചെയ്തില്ല. 2, സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്ന് അറിയില്ല. 3, ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ എന്തിന് ഇത് കൊടുത്തുവിട്ടു എന്നത് പറയണില്ല. 4, ഉണ്ണികൃഷ്ണ പോറ്റി 39 ദിവസം ഇത് എവിടെ കൊണ്ട് വെച്ചു എന്നുള്ളത് അറിയില്ല. ഈ 4 കാര്യങ്ങളിൽ സീരിയസ് ആയ ഫ്രോഡുലൻസ് നടന്നുവെന്ന് ഞാനല്ല പറഞ്ഞേ, കോൺഗ്രസ് അല്ല പറഞ്ഞേ, UDF അല്ല പറഞ്ഞേ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാ പറഞ്ഞേ. ദേവസ്വം ബെഞ്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ സ്വർണ്ണപ്പാളികൾ മറച്ചു വിറ്റിട്ടുണ്ടാകാമെന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ അമ്പലക്കള്ളന്മാർ എന്ന പച്ച മലയാളം അല്ലാതെ ഞാൻ അവരെ എന്ത് വിളിക്കണം? എനിക്ക് അതിൽ കൂടുതൽ മാന്യമായ പദങ്ങൾ അറിയില്ല. അയ്യനെ വിറ്റ് തിന്നാൻ അതിന് കൂട്ടുനിന്നവരെ അവരെ കേരളം അറിയും. അതിനെ ആര് മൂടി പിടിക്കാൻ ശ്രമിച്ചാലും, ആര് പുതപ്പിക്കാൻ ശ്രമിച്ചാലും, അയ്യനെ കട്ട് തിന്നാൻ പോയവരെ ഒക്കെ കേരളം തിരിച്ചറിയും. അത് മാത്രമേ പറയാനുള്ളൂ. ശരി, പറയൂ. സജീഷാണ് അതിന് മറുപടി പറയേണ്ടത്. പറയൂ SK സജീഷ്. അല്ല, ഇത്തരം പരാമർശങ്ങൾ അനുവദിക്കരുതെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ശരി, ഇത്തരം പരാമർശങ്ങൾ. ശരി, ഓക്കെ. സജീഷ് മറുപടി പറയും. അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനോട് പറയണം. ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൽ പോയി പറയണം. ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ഫ്രോഡുലന്റ് ആക്ടിവിറ്റി എന്ന്. ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞ മിസ്അപ്രോപ്രിയേഷൻ എന്ന്. ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞ BNS ആക്ട് പ്രകാരം കേസ് എടുക്കാൻ പറ്റുന്ന ഒഫൻസ് ഉണ്ടെന്ന്. സാറ് പോയി ദേവസ്വം ബെഞ്ചിനോട് പറയണം. ഞാൻ ദേവസ്വം ബെഞ്ചിന്റെ വിധി പ്രസ്താവനയാണ് വായിച്ചത്. എനിക്കും ഈ വിധിയൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരാളാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ പിന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്.